പാർത്ത തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു നവീൻ ബാബുവിൻ്റെത്. പക്ഷെ അതെന്തോ ചർച്ചയാകാതെ പോയി. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ PP ദിവ്യയ്ക്കും കളക്ടർക്കുമെതിരെ വലിയൊരു നീക്കമാണ് നടത്തിയിരിക്കുന്നത് കോടതിയിൽ. അതായത് കളക്ടർക്ക് തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട, മഞ്ജുഷയുടെ ഇടിവെട്ട് നീക്കത്തിൽ എന്താണ്? അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലും വയനാട്ടിലും അതുപോലെ തന്നെ പാലക്കാട്ടും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണം. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഈ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ ഇവിടുത്തെ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിരുന്നു. നവീൻ ബാബു മരിച്ച ആ സമയത്ത് മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുത്ത സമയത്ത് മാത്രം അതിനോട് അല്പം പ്രതികരണം നടത്തിയ പ്രതിപക്ഷ നേതാവും അതിൻ്റെ വഴിയെ പോയ കുറച്ച് ആളുകളുമല്ലാതെ ഇപ്പം നവീൻ ബാബുവിനെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ ആർക്കും വേണ്ട. അതായത് ആർക്കും വേണ്ട എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ട്രെൻഡ് വരുന്നത് വരെ ഈ പറയുന്നത് പോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് ഇവർ പറയപ്പെടുന്ന കൊലപാതകമാണോ എന്ന് നമ്മൾ ഉൾപ്പെടെ സംശയിക്കുന്ന ഒരു മരണത്തിൻ്റെ പുറത്ത് ഇത്തരത്തിൽ ഒരു കേസിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ദാരുണമാണ്, വളരെ ദയനീയമാണ് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം ഇപ്പോഴും നവീൻ ബാബു മരണപ്പെട്ടതാണോ കൊല്ലപ്പെട്ടതാണോ എന്നുള്ളത് പൂർണ്ണമായിട്ടും ആളുകളുടെ സംശയമായി നിൽക്കുമ്പോൾ അതിലൊരു വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അന്വേഷണ സംഘം കൈകെട്ടിയിട്ടുകൊണ്ട് ഒരു ആത്മഹത്യാ പ്രേരണ കേസിൽ മാത്രമായി ഈ കേസിനെ ചുരുക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. കലക്ടർ അരുൺ K. വിജയനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് മുകളിലും അന്വേഷണം പോകുന്നില്ല എന്നുള്ളതും പ്രശാന്തനെ ഒരു ദിവസം വിളിപ്പിച്ച് മൊഴിയെടുത്തു എന്നുള്ളതല്ലാതെ എന്തിനാണ് പ്രശാന്തിന് ഇരട്ട ഒപ്പിട്ടതെന്നും ആ ഒപ്പിട്ടതിൻ്റെ പിന്നിൽ തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെയാണ് കത്ത് പോയതെന്നും അതിൻ്റെ പിന്നിലുള്ള തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു CPM-ൻ്റെ നേതാവുണ്ടെന്നും ആ CPM-ൻ്റെ നേതാവ് ആരാണെന്നും അദ്ദേഹത്തിന് എന്താണ് ഇതിൽ പങ്കെന്നും ഈ പറയുന്നത് പോലെ പെട്രോൾ പമ്പിൻ്റെ ബിനാമി ആരാണെന്നും ആ ബിനാമിയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണെന്നും CPIക്ക് ഇതിൽ എന്താണ് വിഷയം, 1 ലക്ഷം രൂപ CPIയുടെ ഒരു സംഘടന കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നുണ്ട്, അത് ആരോപണമായി വന്നതാണ്, ആ ആരോപണം ശരിയാണോ എന്നുള്ളതൊക്കെ കൃത്യമായി അന്വേഷിച്ചൊരു നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ട് അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കേണ്ടതിന് പകരം ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ഇത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ മഞ്ജുഷയ്ക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം എന്നുള്ള നിലപാടിലായിരുന്നു അവരും കുടുംബവും. പക്ഷെ അവർക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു ഈ സർക്കാരും ഈ ഗവൺമെൻറ്റും ഈ പോലീസും ആഭ്യന്തര വകുപ്പും ഒന്നും തന്നെ തങ്ങൾക്ക് അനുകൂലമായിട്ടല്ല പോകുന്നത്. ഇതിനെ വെറുമൊരു ആത്മഹത്യ പ്രേരണ കുറ്റമാക്കി എടുത്ത് മാറ്റി PP ദിവ്യയെ ബലിയാടാക്കി PP ദിവ്യയുടെ കേസിൽ നിന്ന് പതുക്കെ ഈ പറയുന്ന ആത്മഹത്യ പ്രേരണ കുറ്റം കോടതിയിലെത്തുമ്പോൾ അത് തള്ളിപ്പോകുമെന്നുള്ളത് മഞ്ജുഷയെ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ CBI അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. അതിൻ്റെ ആദ്യപടിയായി ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് നമ്മൾ ഇന്നലെ തന്നെ വാർത്തയിൽ പറഞ്ഞു. അതിൻ്റെ ഭാഗമായി അവർ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. അതായത് ഈ അരുൺ K. വിജയനും PP ദിവ്യയുമായിട്ടുള്ള സംഭാഷണങ്ങൾ, ഫോൺ സംഭാഷണങ്ങളുടെ ഡീറ്റെയിൽസ് തനിക്ക് വേണം, അത് അറിയണം, അല്ലെങ്കിൽ അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂരിലെ കോടതിയിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അവർ അർജി കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്, അപേക്ഷ കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ കോടതിയുടെ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അരുൺ K. വിജയൻ കൂടി ഈ അന്വേഷണത്തിൻ്റെ റഡാറിൽ പെടും എന്നുള്ളത് കൃത്യമായി മഞ്ജുഷയ്ക്ക് അറിയാം. എല്ലാ വശങ്ങളും ആലോചിച്ചുകൊണ്ട് തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മഞ്ജുഷ ഇതിൽ ചെയ്യുന്നത്. അതിനുശേഷം CBI അന്വേഷണം എന്നുള്ള രീതി, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ നേരെ CBI എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാനുള്ള ശ്രമമാണ് ഈ പറയുന്ന കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ PP ദിവ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും അതുപോലെ തന്നെ ഈ പ്രശാന്തനും നവീൻ ബാബുവുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള ഇവരുടെ കോൾ ലിസ്റ്റുകൾ, പിന്നെ നവീൻ ബാബുവിൻ്റെ കോൾ സംബന്ധമായ കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് BSNL നിർദ്ദേശം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കോടതിയെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കോൾ ലിസ്റ്റ് ഉൾപ്പെടെ എല്ലാം നവീൻ ബാബുവിൻ്റെതായിട്ടുള്ള എല്ലാ തെളിവുകളും തൊണ്ടികളും കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെ കിട്ടണമെന്നുള്ള രീതിയിലുള്ള അപേക്ഷയാണ് കുടുംബം കൊടുത്തിട്ടുള്ളത്. അതൊരു നല്ല നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം CBI വരുമ്പോൾ അത് ഒരുപാട് ആർക്കുപകാരമാകും, ഈ പറയുന്ന അന്വേഷണത്തിന് കൂടുതൽ ഉപകാരമാകും, തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കും. അതെ, തീർച്ചയായിട്ടും പാർത്ഥൻ പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം. തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാനാണ് പോലീസിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട്
നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ, അതായത് ദിവ്യയുടെയും അരുൺ കെ വിജയൻ്റെയും കോൾ ലിസ്റ്റുകൾ തനിക്ക് വേണം, ഇവർ ആരെയൊക്കെ വിളിച്ചു, ഇവർ ആരോടൊക്കെ സംസാരിച്ചു, ഇവർ എൻ്റെ ഭർത്താവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ തനിക്കറിയണം. കാരണം ഒരു CPM അനുഭാവിയായ ഒരു കുടുംബമാണ് പറയുന്നത് പോലീസിൽ വിശ്വാസമില്ല. ആഭ്യന്തരം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസിന് വിശ്വാസമില്ലെന്നൊരു CPM അനുഭാവിയായ ഒരു കുടുംബം പറയുമ്പോൾ നമുക്ക് അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ മഞ്ജുഷയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്. പോലീസിന് വിശ്വാസമില്ലാത്ത മഞ്ജുഷ CBIയെ സമീപിക്കാൻ തന്നെയാണ് സാധ്യത. ഈ കോൾ ലിസ്റ്റുകൾ വാങ്ങി കോടതിയിൽ നിന്ന് എടുത്തതിന് ശേഷം മഞ്ജുഷ തീർച്ചയായിട്ടും CBI അന്വേഷണം ആവശ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോഴും നമ്മുടെ സംശയം എന്താണ്, നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ? ആ കാരണം എന്താണ്? അദ്ദേഹം വെറുതെ ഒരു ദിവസം വീട്ടിൽ പോകുന്ന ഒരു മനുഷ്യൻ വെറുതെ എന്നാ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്തോളാം എന്ന് പോയി പറഞ്ഞ് കെട്ടി തൂങ്ങി മരിച്ചതാണോ? അല്ല. അദ്ദേഹം എന്തിനു ആത്മഹത്യ ചെയ്തു അത് കുടുംബത്തിനറിയണ്ടേ. ഇനി അദ്ദേഹത്തെ ആരെങ്കിലും വകവരുത്തിയതാണ്, ഇല്ലാതാക്കിയതാണ് എങ്കിൽ അത് ആര്, എന്തിനു വേണ്ടി ഇല്ലാതാക്കിയവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇതറിയണ്ടേ. ഇതൊന്നും ഒരു രാത്രി വീട്ടിലെത്തേണ്ട ഒരു മനുഷ്യൻ പിറ്റേ ദിവസം ഒരു മുഴം കയറിൽ തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബം മുകളിൽ ആകാശവും താഴെ ഭൂമിയും, ചോദ്യങ്ങൾ ആരോടും ചോദിക്കാനില്ലാതെ കുടുംബം ഇങ്ങനെ നിൽക്കുകയാണ്. നടുത്തെരുവിൽ നിൽക്കുന്നത് പോലെയാണ് ആ കുടുംബത്തിന്റെ നിൽപ്പ് എന്ന് പറയുന്നത്. കാരണം മുട്ടുന്നത് ചില്ലറക്കാരോടല്ല എന്നുള്ളത് മഞ്ജുഷയ്ക്ക് നന്നായിട്ടറിയാം. കാരണം AKG സെന്ററിൽ ഒരു സഖാവാണ് ഈ കത്തെഴുതിയതെന്നും ഈ വ്യാജ പരാതി ഉണ്ടാക്കിയത് ഈ സഖാവാണെന്നും ഈ ദിവ്യയെ സംരക്ഷിക്കുന്നതും കളക്ടറെ സംരക്ഷിക്കുന്നതും ഈ സഖാവാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ പിടിയുള്ള സഖാവാണ് ഇതിൻ്റെ പിന്നിലെന്നും ഭൂമാഫിയുമായൊക്കെ ഇതിന് ബന്ധമുണ്ട്, റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി ഇതിന് ബന്ധമുണ്ട്, ഇതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ചില തെളിവുകൾ നവീൻ ബാബുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത്തരം തെളിവുകൾ അദ്ദേഹം പുറത്തു വിടുമോ എന്നുള്ള ഭയത്തിലാണ് അദ്ദേഹത്തെ വകവരുത്തിയതെന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതിപ്പോൾ പാലക്കാട്, ചേലക്കര, വയനാടൊക്കെ എല്ലാവരും ജയിച്ചു പോവും. ആരാണോ ജയിക്കേണ്ടത്, ജനം ആർക്കാണോ വിധി എഴുതിയത് അവർ ജയിക്കും, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ അപ്പോഴും ഈ 3 സ്ത്രീകൾ ഇവിടെ അനാഥരായി നിൽപ്പുണ്ട്. അവർ ചോദിക്കുന്നത് മരണപ്പെട്ടു പോയ ഭർത്താവിനെ അല്ല അവർ ചോദിക്കുന്നത്, എൻ്റെ ഭർത്താവ് എങ്ങനെ മരിച്ചു എന്നാണ് ആ ഭാര്യ ചോദിക്കുന്നത്, ഞങ്ങളുടെ അച്ഛൻ എങ്ങനെ ഇല്ലാതായി എന്നാണ് ആ മക്കൾ ചോദിക്കുന്നത്, എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നാണ് ആ അച്ഛനും അമ്മയും ചോദിക്കുന്നത്. ഇതിനൊക്കെയുള്ള ഉത്തരം വേണ്ടേ? ആവർത്തിച്ച് നമ്മൾ ചോദിക്കുമ്പോഴും ഇതിനൊക്കെയുള്ള ഉത്തരം വേണ്ടേ? തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് കഴിയുന്ന കാര്യമാണ്, അത് കഴിയും. അതിൽ പോലും നവീൻ ബാബുവിന്റെ വിഷയം ചർച്ചയായില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പാർത്ഥ. ഒരാള് നമ്മുടെ എരുമേലിയിൽ നിന്ന് പോയ ജസ്ന എവിടെയാണെന്ന് ഇന്ന് വരെ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സത്യസരണിയിൽ ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് കയറാൻ പോലും പോലീസിന് ഭയമെന്നാണ് പറയുന്നത്. ഉണ്ടോ ഇല്ലയോ അതൊക്കെ ആരോപണങ്ങളാണ്. അപ്പോ സത്യസരണി പൂട്ടി സീൽ വെച്ചല്ലോ. സീൽ വെച്ച സ്ഥിതിക്ക് ഇനി എങ്ങോട്ട് പോയി എന്നറിയില്ല. ഒരു പെൺകുട്ടിയെ സത്യസരണിയിൽ ഒരുപാട് കാലം അവർ താമസിപ്പിക്കാറില്ല. കാരണം സത്യസരണിയിൽ ഈ പറയുന്ന പോലെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തി ഒരാളെ മതമാറ്റത്തിന്റെ കേന്ദ്രമാക്കി ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് അവരെ എങ്ങോട്ടാണ് കടത്തുന്നതെന്ന് നമ്മൾ പോലും അറിയില്ല, അവരുടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് പോലും അറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പോലീസിന് കയറാൻ പോലും ധൈര്യമില്ലാത്തിടത്താണ് NIA വന്ന് കയറി നിരങ്ങി. പിന്നെ ഇപ്പം സത്യസരണിയുടെ അടുത്തേക്ക് സുഡാപ്പികൾക്ക് പോകാൻ പേടിയാണെന്നാണ് കേൾക്കുന്നത്. അതങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നവീൻ ബാബുവിൻ്റെ വിഷയം വെറുതെ അങ്ങ് കത്തി അടഞ്ഞു പോകുമെന്ന്. നവീൻ ബാബുവിൻ്റെ ഭാര്യ നല്ല നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അവർ വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഘോരഘോരമായി പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ കണ്ണീരൊലിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ അവർക്കറിയാം എന്താണ്, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന്. ഈ സംഭവത്തിൽ ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CBI വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അങ്ങനെ CBI വന്നാൽ ഇവരെ ഒക്കെ പൊക്കി, പ്രത്യേകിച്ച് കളക്ടർ അരുൺ കെ വിജയൻ എന്തിനാണ് കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞത്, എന്തിനാണ് കളക്ടർ അരുൺ കെ വിജയൻ ഒരു കള്ളം പറഞ്ഞത്, അതൊരു വലിയ ചോദ്യമല്ല. ആ ചോദ്യത്തിന് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടൊരു ഉത്തരം തരുന്നില്ല? നമുക്കത് എന്താ പറയുക, നമ്മളൊക്കെ പല ആവർത്തി ചോദിക്കുന്ന എന്തിനാണ്? നവീൻ ബാബു നമ്മുടെ ആരുമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അത്രമാത്രമേ ഉള്ളൂ. ആ കുടുംബം നമ്മുടെ ആരുമല്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായി നവീൻ ബാബുവിൻ്റെ കുടുംബവും. അവർക്ക് നീതി വേണം. ആ നീതിക്ക് ഏതറ്റം വരെ അവർ പോരാടുന്നോ ആ പോരാട്ടത്തിനൊപ്പം നിൽക്കാൻ നമ്മളും തയ്യാറ് തന്നെയാണ്. നവീൻ ബാബുവിൻ്റെ മരണം എങ്ങനെയാണ് എന്നുള്ള യാഥാർത്ഥ്യം
പുറത്തു വരിക തന്നെ വേണം. ധന്യ, ഞാനൊരു കാര്യം ആലോചിച്ചത് നമ്മുടെ മലയാളികളെ കുറിച്ചാണ്. നമ്മൾ ധാർമ്മിക ബോധത്തിലും പ്രതികരണശേഷിയിലുമൊക്കെ എന്താണ് ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളെന്ന് നമ്മളെക്കുറിച്ച് തന്നെ പറയാറുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളുകളെല്ലാം മരണപ്പെട്ടിട്ടും ടി പി ചന്ദ്രശേഖരനെ 52 വെട്ടിക്കൊന്നിട്ടും ഈ പറയുന്ന നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യനെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയിട്ടും ജനങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ആർക്കും മറ്റുള്ളവർക്കൊരു നഷ്ടം സംഭവിച്ചാൽ ഒന്നുമില്ല ധന്യ. കാരണം മാധ്യമങ്ങൾ, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കുറച്ച് ചർച്ച ചെയ്യും. ആ ചർച്ച ജനങ്ങൾ കാണും. അവർക്കത് കുറച്ച് ചില ആളുകൾ ഫേസ്ബുക്കിലൊക്കെ വന്ന് കുറച്ച് കമൻ്റ് ഇടും. രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കാനുള്ളൊരു കാര്യമായി എന്നതിലപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിലൊക്കെ അപ്പുറത്തേക്ക് കാലമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിനും കാലം മറുപടി പറയും എന്ന് പറയുന്നത് പോലെ, കാര്യങ്ങൾ തിരിച്ചു ചോദിക്കുമെന്ന് പറയുന്നത് പോലെ ഈ സംഭവത്തിനും കാലം മറുപടി പറയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. CBI വരിക തന്നെ ചെയ്യും.